മറ്റു വാർത്തകളിലേക്ക് പോകാം. വയനാട്ടിൽ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച് UDF. വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരാനാകില്ലെന്നാണ് UDFിൻ്റെ നിലപാട്. അതേസമയം തന്നെ വയനാട്ടിൽ മന്ത്രിമാർക്ക് നേരെ യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടി പ്രതിഷേധം അരങ്ങേറി. UDFിൻ്റെ രാപ്പകൽ സമരവും ആരംഭിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ എല്ലാം വിവരങ്ങളുമായി CV ഷിബു ചേരുന്നു. ഷിബു, വയനാട് രാഷ്ട്രീയപരമായി തന്നെ സംഘർഷ കലുഷിതമാവുകയാണ്. UDF എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്നത്തെ ഈ യോഗം ബഹിഷ്കരിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രി വയനാട് സന്ദർശിക്കണമെന്ന നിലപാട് സ്വീകരിച്ചാണ് ഇപ്പോൾ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചിട്ടുള്ളത്. രാവിലെ വയനാട്ടിലേക്ക് ഇതുവരെ വരാതെ ഇന്ന് ഈ പ്രക്ഷോഭങ്ങളും 3 മരണങ്ങളും സംഭവിച്ചതിന് ശേഷം എത്തിയ വനം വകുപ്പ് മന്ത്രിയെയാണ് കരിങ്കൊടി കാണിച്ചത്. കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അതേസമയം തന്നെ വയനാടിന്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബത്തേരിയിൽ ഇപ്പോൾ സർവകക്ഷി യോഗം, അതായത് BJP ഇന്നലെ തന്നെ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ചിരുന്നു. ഇന്ന് UDF കക്ഷികളും കൂടി ബഹിഷ്കരിച്ചതിനാൽ LDFിന്റെ ഘടകകക്ഷികൾ മാത്രമാണ് ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്, ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ കൽപ്പറ്റയിൽ രാപ്പകൽ സമരം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രസംഗിച്ചു, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം രാവിലെ മരിച്ച വീടുകളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ഇവിടെ എത്തിയത്. അദ്ദേഹം പറഞ്ഞത് വനം മന്ത്രി എത്താത്തതിൽ എല്ലാ ഭാഗങ്ങളിലും വീടുകളിലും പ്രതിഷേധം ഉണ്ട്. അദ്ദേഹത്തെ ആരോ മയക്കുവെടി വെച്ചോ എന്ന് സംശയമുണ്ട്. ഇനി പുൽപ്പള്ളിയിൽ സംഘർഷത്തിലുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എതിരെ കേസെടുത്താൽ താൻ തന്നെ വയനാട്ടിൽ വന്ന് നിയമം ലംഘിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഷിബു, എന്തായാലും ഈ സർവകക്ഷി യോഗം UDF ബഹിഷ്കരിച്ചിരിക്കുന്നു. വയനാട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധങ്ങൾ അരങ്ങേറിയാണോ? ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി? രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പ് പ്രസംഗിച്ച അബ്ദുറഹിമാൻ രണ്ടത്താണി, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണിയും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. വയനാടിനെ പാടെ അവഗണിക്കുകയാണ്, അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റപ്പോൾ മരിക്കാനിടയായത്. ബോർഡ് മാറ്റിയത് കൊണ്ട് മാത്രം ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങൾ മാറുമോ? സംസ്ഥാന സർക്കാരിന്റെ ഒരു നയമായി മാറിയിരിക്കുകയാണ് ഈ ബോർഡ് മാറ്റി ആളെ പറ്റിക്കുക എന്ന പരിപാടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ്. അദ്ദേഹം വനം വകുപ്പിനെതിരെ ഉന്നയിക്കുന്നു, സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു. സാധാരണ ജനങ്ങളുടെ കാര്യം നോക്കാൻ സംസ്ഥാന സർക്കാരിന് സമയമില്ലെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി ഷിബു, വയനാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളുടെ സമഗ്ര വിവരങ്ങളാണ് CV ഷിബു നൽകിയത്.